നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജായ സൈറ്റ് അനാലിസിസിലേക്കാണ് നയിക്കുന്നത്. സൈറ്റ് അനാലിസിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ബിഫോർ ദ ഡിസൈൻ ഈസ് ബിഗിനിങ്. അതിനകത്ത് ഫസ്റ്റ് ഈസ് ലൈക്ക് സൈറ്റ് ലൊക്കേഷൻ. ലൊക്കേഷൻ ഈസ് ജോഗ്രഫിക്കൽ ഏരിയ, നമ്മുടെ പിൻ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷൻ. പിന്നെ വരുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് ഈസ് ലൈക്ക് ബേസിക്കലി കോണ്ടെക്സ്റ്റ് ഓഫ് ദ സൈറ്റ്, അത് അതിൻ്റെ നെയ്ബർഹുഡ്, അതിൻ്റെ സോണിങ് റെഗുലേഷൻസ്, അതിൻ്റെ ലാൻഡ് യൂസ്, അങ്ങനെയൊക്കെയുള്ള കാര്യം. ലാൻഡ് യൂസ് ഈസ് ലൈക്ക് ഒരു സ്ഥലത്ത് നിശ്ചിതമായിട്ടൊരു ലാൻഡ് യൂസ് എല്ലായിടത്തും ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് മാത്രമേ ഇവിടെ പണിയാൻ പറ്റൂ. റെസിഡൻഷ്യൽ ആണെങ്കിൽ റെസിഡൻഷ്യൽ മാത്രമേ. റെസിഡൻഷ്യൽ ലാൻഡ് യൂസിൽ പോയി ഒരു ഫാക്ടറിയോ അതൊരു ഹോസ്പിറ്റലോ പണിയാൻ സാധിക്കില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഐഡന്റിഫൈങ് ദ ലാൻഡ് യൂസ് ബിഫോർ ഡിസൈൻ. നെക്സ്റ്റ് ഈ സൈറ്റ് ഡയമെൻഷൻ. സോ നമ്മളൊരു സൈറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സൈറ്റ് ഡയമെൻഷൻ എടുത്ത് അതിൻ്റെ ഏരിയ എത്ര ഉണ്ടോ. ഫോർ എക്സാമ്പിൾ റാൻഡമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 20 സെൻസ് ഓഫ് ലാൻഡ്, ക്ലയൻറ്റ് നമ്മുടെ 20 സെൻസ് ഓഫ് ലാൻഡ് ആണ് വരുന്നത്. അതിനകത്ത് പുള്ളിക്ക് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയണം. അത് പോസിബിൾ ആയിരിക്കില്ല. മേ ബി 20 സെൻസിൽ അതിനകത്ത് ഒരു ക്ലിനിക്കോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പണിയാൻ പറ്റും, റെസിഡൻസ് പണിയാൻ പറ്റുമായിരിക്കും, ഹോട്ടൽസ് പണിയാൻ പറ്റുമായിരിക്കും, Airbnbs പണിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് ഹൈ ആയിരിക്കും, പക്ഷേ അത് ആ ഒരു സൈറ്റിൽ ഫീസിബിൾ ആണോ നോക്കണം. സോ ഡയമെൻഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സൈറ്റ്. നെക്സ്റ്റ് ഈസ് ടോപ്പോഗ്രഫി. ടോപ്പോഗ്രഫി ഈസ് ലൈക്ക് നമ്മുടെ സൈറ്റിലുള്ള സ്ലോപ്പ്, കോണ്ടൂഴ്സ്, പിന്നെ ലാൻഡ് ഫോംസ്. ഫോർ എക്സാമ്പിൾ ഭയങ്കര ഡിപ്പുള്ള സൈറ്റ് ആണെങ്കിൽ അവിടെ ചിലപ്പം പണിയുന്നത് ഫീസിബിൾ ആയിരിക്കില്ല, മനസ്സിലായില്ല. അല്ലെങ്കിൽ അവിടുത്തെ റീറ്റെയിലിംഗ് കൂടെ അത്രയും സ്ട്രോങ് ആയിരിക്കണം, പില്ലർ താഴെ നിന്ന് പൊങ്ങി വരണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ ലാൻഡ് ഫോംസ് എന്താ, ഫോർ എക്സാമ്പിൾ വലിയൊരു പാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മെയിൻലി സ്ലോപ്പ് ആൻഡ് കോണ്ടൂർ ലീഡ്സ് ടു വാട്ടർ ഫ്ലോ, മനസ്സിലായി. അപ്പം ആ ഒരു കോണ്ടൂർ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം എവിടെ കെട്ടിക്കിടക്കും, വെള്ളം എവിടെ നിന്നായിരിക്കും വരുന്നത്, ബിൽഡിംഗ് എവിടെ സോൺ ചെയ്യാൻ പറ്റും, മാക്സിമം മിനിമൽ കൺസ്ട്രക്ഷനിൽ എവിടെ നമുക്ക് സോൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കോണ്ടൂർ മനസ്സിലാവും. ഇഫ് ദ സൈറ്റ് ഈസ് ഫ്ലാറ്റ്, പിന്നെ അതിന് എക്സ്ട്രാ ഒരു ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങളോ പറയാൻ പറ്റില്ല. വി ക്യാൻ മൂവ് ടു നോർമൽ ഫൗണ്ടേഷൻ. അതൊരു വീടാണെങ്കിലും എന്ത് വലിയ കാര്യങ്ങളാണ്. ആൻഡ് ഇപ്പം സ്ലോപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 10 സെൻസ് ലാൻഡ്, അതിനകത്ത് സ്ലോപ്പ് ഉണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് പണിയാണെങ്കിൽ നമ്മൾ ഒരു സ്ലോപ്പിനനുസരിച്ചായിരിക്കണം എല്ലാം പണിയുന്നത്, മനസ്സിലായി. ഒരു മൺവെട്ടി എടുത്ത് ഒരു മണ്ണ് വെട്ടിയെടുത്താൽ തന്നെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ആൻഡ് ഫിൽ ചെയ്യുമ്പോഴത്തേക്കും അത്രത്തോളം ഇമ്പാക്റ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അറിയാൻ പറ്റും. സോ ഇറ്റ്സ് എന്താ പറയുക, അക്കോർഡിംഗ് ടു സൈറ്റ് പണിയുന്നതാണ്, കോണ്ടൂർ പണിയുന്നതാണ് ഏറ്റവും സസ്റ്റൈനബിൾ മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ക്ലൈമറ്റ് അനാലിസിസ്. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലൈമറ്റ് അനാലിസിസ്, സൺപാത്ത് അനാലിസിസ്, സൂര്യൻ ഈസ്റ്റ് വെസ്റ്റ് ഏത് ഡയറക്ഷനിലായിരിക്കും സൈക്കിൾ പോകുന്നത്. പിന്നെ ഈസ്റ്റ് ടു വെസ്റ്റ് ടുവേർഡ്സ് ദ സൗത്ത്, അതായിരിക്കും സണ്ണിൻ്റെ ഇത് വരുന്നത്, മനസ്സിലായത്. സൺപാത്ത് അനാലിസിസ് അത് നോക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ സൈഡിൽ വിൻഡോസ്, ലാർജ് വിൻഡോസ് അവോയ്ഡ് ചെയ്യുക, കാരണം വെച്ചാൽ അത്രയും ഹീറ്റ് അകത്ത് വരും. സൺപാത്ത്. പിന്നെ റെയിൻഫോൾ പാറ്റേൺ, എത്രത്തോളം മഴ കിട്ടുന്ന സ്ഥലമാണ്, മനസ്സിലായത്. അപ്പോൾ ഒരുപാട് മഴയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള ഇത് കൂടാം, വെള്ളക്കെട്ടുണ്ടാവാം, അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. ഒട്ടും മഴയില്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ചാൽ മതി. പിന്നെ വരുന്നത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റിയിലുള്ള ഒരു ഗ്രാഫ് അനുസരിച്ചാണ് നമുക്ക് തെർമൽ കംഫർട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വൺ മോർ തിങ് ഈസ് വിൻഡ് പാറ്റേൺ. ഒരു സൈറ്റിൽ വിൻഡ് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഇപ്പോൾ സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും ഒരു മൈക്രോ ക്ലൈമറ്റിൽ എങ്ങനെയായിരിക്കും വിൻഡ് പോകുന്നത് എന്നുള്ള കാര്യം അടുത്തുള്ള ബിൽഡിങ്സിന്റെ ഹൈറ്റ്, ഫോം അതിനനുസരിച്ചിരിക്കും. ഒരു സൈറ്റിൽ ചിലപ്പോൾ ഒരു സൈഡിൽ ഭയങ്കര കാറ്റായിരിക്കും. അപ്പോൾ അത് ആ ഒരു ബിൽഡിങ്ങിന്റെ എയറോഡൈനാമിക്സിലെയും ബാക്കി കാര്യങ്ങളെയൊക്കെ അഫക്ട് ചെയ്യും. അത് ചെറിയ റെസിഡൻസ് ആണെങ്കിലും വലിയ ഇറ്റ്സ് ഗോയിങ് ടു ഹയർ റൈസ് ബിൽഡിങ്സ് വിൽ ബി അഫക്റ്റഡ്. സോ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് വിൻഡിന്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഈ സോയിൽ അനാലിസിസ്. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ സമയത്ത്. ഫസ്റ്റ് ഈ സോയിൽ ടൈപ്പ്, അലുവയിലാണോ ക്ലെയിലാണോ അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ ക്ലെയിലി സോയിലാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ അനുസരിച്ച് സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ബോർ അടിച്ച് സോയിൽ ടെസ്റ്റ് ചെയ്യണം. അതനുസരിച്ചാണ് പൈല് വേണോ, റാൻഡറബിൾ വേണോ, കോൺക്രീറ്റ് വേണോ, ഇതിനനുസരിച്ച് എത്ര ഡെപ്തി പൈൽ ചെയ്യണം അങ്ങനെയുള്ള കാര്യം ചെയ്യും. പിന്നെ സോയിൽ പാറ്റേൺ അനുസരിച്ചിരിക്കും ഹൗ മച്ച് എന്താ ദ എർത്ത് ക്യാൻ ബെയർ ദ ലോഡ്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഒരു വാക്സിനേറ്റീവ് ഫാക്ട് പറയുകയാണെങ്കിൽ ബുർജ് ഖലീഫ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഫൗണ്ടേഷൻ ഈസ് ഗോയിങ് അപ് ടു 110 meters ബിലോ ദ ഗ്രൗണ്ട്. 110 meters ആണ് അതിന്റെ പൈലിംഗ് പോയിന്റ്. അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കും. ബിക്കോസ് സിയർ അടുത്തായതുകൊണ്ട് ഈ സോൾട്ട് വാട്ടറിന്റെ ഇതുണ്ട്. സോ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ കമ്പിയൊക്കെ തുരുമ്പിക്കും, മനസ്സിലായി. ആ ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തീരും. അപ്പം ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതാണെങ്കിലും ചെറിയൊരു വീടാണെങ്കിലും ഹൈ റൈസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ് ഈസ് വെജിറ്റേഷൻ. അതിനകത്ത് നമ്മൾ എത്രത്തോളം ട്രീസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ഗ്രീൻ കവർ ഉണ്ട്, അതും എത്രത്തോളം നമുക്കൊരു സൈറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള മരങ്ങൾ മുഴുവൻ വെട്ടി ഫ്ലാറ്റ് ആക്കി പണിയാം. അല്ലെങ്കിൽ മാക്സിമം റിറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മരങ്ങൾ റിറ്റെയിൻ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. അത്രയും നമ്മൾ സസ്റ്റൈനബിളി നോക്കുകയാണെങ്കിൽ ട്രീസ് ക്യാൻ ബി ട്രാൻസ്പ്ലാന്റഡ് ഫ്രം 1
പോയിന്റ് ടു അതർ പോയിന്റ്. അതിപ്പം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. ഇപ്പോൾ ഒരു ലീഡ് അക്രിഡേഷൻ വരേണ്ട ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഒരു ട്രീ ചിലപ്പോൾ ഒരു 10-50 വർഷമായിട്ട് നിൽക്കുന്ന ട്രീ ആയിരിക്കും, അത് ഒറ്റ ഒരു ഇത് കാരണം മുറിച്ചു കിട്ടുന്ന അത്രയും നല്ലൊരു കാര്യമല്ലോ. സോ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്പ്ലാന്റ്. അതിനകത്തൊരു സക്സസ് റേറ്റ് ഈസ് ലൈക്ക് ഒരു 10 മരം, കുറച്ച് കോസ്റ്റ്ലി ആണ്, ക്രെയിൻസ് ഒക്കെ വേണ്ടി വരും. 10 മരം ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു 6 to 7 നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം വെജിറ്റേഷൻ ഉള്ളത് റീറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഹൈഡ്രോളജി. ഹൈഡ്രോളജി ഈസ് ലൈക്ക് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസ് ഉണ്ടോ, വാട്ടർ മൂവ്മെന്റ് എങ്ങനെയാണ്, ഡ്രെയിനേജ് പാറ്റേൺ എങ്ങനെയാണ്. എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസ് ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു വയലിലൊക്കെ പോകണമെങ്കിൽ മണ്ണടിച്ച് ചെയ്യുക, അതിൻ്റെ മേലെ കെട്ടിപ്പോക്കുക, ഒട്ടും അത് നേച്ചറിനെ അത്രയും എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ കഴിവതും ഒരു മാർഷ് ലാൻഡിൽ അല്ലെ വാട്ടർ ബോഡി ലാൻഡിൽ CRS റൂൾസ് പ്രകാരം നമുക്ക് ഒരിക്കലും കൺസ്ട്രക്ഷൻ പാടില്ല. അങ്ങനെയുള്ള ലാൻഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. പിന്നെ എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡി ആണെങ്കിൽ ഒരിക്കലും ഒരു നിലം നികത്തുന്നത് ഒട്ടും പ്രാക്ടീസബിൾ അല്ല. പിന്നെ വാട്ടർ ഡ്രെയിനേജ് പാറ്റേൺ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്ത് ഡ്രെയിനേജ് പാറ്റേൺ പഠിച്ചില്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ അത് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒരു സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടാവും. അതൊക്കെ അനലൈസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ചില വലിയ ഹൈറൈസ് ബിൽഡിങ്ങിൽ ഒന്ന് മഴ പെയ്യുമ്പോൾ തന്നെ അതിന്റെ ബേസ്മെന്റ് കാർ പാർക്കിംഗിൽ വെള്ളം കിട്ടുന്നത്. അതാ എക്സിസ്റ്റിംഗ് ഡ്രെയിനേജ് പാറ്റേൺ അനലൈസ് ചെയ്യാത്തുള്ള കുഴപ്പമാണ്. നെക്സ്റ്റ് ഈസ് അക്സസിബിലിറ്റി. അക്സസിബിലിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതൊരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. പക്ഷേ റോഡ് ആക്സസ്, നമ്മൾ ആ സൈറ്റിലോട്ട് റോഡ് എത്ര ഉണ്ട്, റോഡ് വിഡ്ത്ത് എത്ര ഉണ്ട്, പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്സസ് ഉണ്ടോ, എത്ര വാക്കബിൾ ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് ആവുന്ന സ്ഥലമാണെങ്കിൽ നമ്മളൊരു 500 മീറ്റർ to 800 മീറ്ററിൽ വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ബസ് സ്റ്റാൻഡ് കാണണം, മനസ്സിലായല്ലേ. അല്ലെങ്കിൽ ഒരു പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ തൊട്ടടുത്തായിരിക്കണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ ഒരു കാട്ടിനകത്ത് കൊണ്ടുവെക്കുകയാണെങ്കിൽ അതൊരിക്കലും ഫീസിബിൾ അല്ല, ആൾക്കാർക്ക് അവിടെ ആക്സസിബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ആക്സസിബിലിറ്റി ഈസ് ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്, ഒരു സൈഡിനകത്ത് വരുന്നതല്ല, പുറത്തുള്ളതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഈസ് യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, സീവേജ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. അതായത് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് നമ്മുടെ ഈ റെസിഡൻസ് പണിയുന്ന സമയത്തൊന്നും പ്രശ്നം വരില്ല. ബട്ട് ഒരു റിസോർട്ട് പണിയാണ്, ആക്സസ് കുറച്ച് ദൂരെയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇലക്ട്രിക് സപ്ലൈ കൺസ്ട്രക്ഷൻ സമയത്ത് അതിന് വേണ്ടി വരും. വാട്ടർ അതിപ്പം കിണറാണെങ്കിൽ തന്നെ ത്രൂ ഔട്ട് ദി ഇയർ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലേ, നമുക്ക് എപ്പോഴും വെള്ളത്തിൽ കൊണ്ടടിക്കാൻ പറ്റില്ല. അത് ഏറ്റവും മേജർ ഇഷ്യൂസ് വരുന്ന ഈ ഹൈ റൈസ് അപ്പാർട്ട്മെന്റ്സിൽ. ഒരു കുറേ നാൾ കഴിയുമ്പം എൻ്റെ ബോർ അടിച്ചതൊക്കെ ഇതാവും. അപ്പം പിന്നെ വലിയ വലിയ ടാങ്കേഴ്സിൽ കൊണ്ടുവേണ്ടി വരും. അപ്പം വാട്ടർ യൂട്ടിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതൊരു ഫീസിബിലിറ്റി ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് നോക്കുക. നെക്സ്റ്റ് ആസ്പെക്ട് ഈസ് ലൈക്ക് ഒരു എക്സ്റ്റേണൽ ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഇതിനകത്ത് ഇത് ചെയ്യണം. ദാറ്റ് ഈസ് ലീഗൽ ആസ്പെക്ട് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്. ലീഗൽ ആസ്പെക്ട് ഈസ് ലൈക്ക് ആ ലാൻഡിലോട്ട് എടുക്കുന്ന ലീഗൽ ആയിട്ടുള്ള കാര്യം. അതൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എത്ര പേരുടെ ലാൻഡാണ്, അതിനകത്ത് സോണിങ് റെഗുലേഷൻ, ഗവൺമെന്റിന്റെ എന്തൊക്കെ റൂൾസ് അവിടെ പാലിക്കേണ്ടി വരും, ഹൈറ്റ് എത്ര വേണ്ടി വരും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലീഗൽ ആസ്പെക്റ്റും റൂൾസ് ഫോർ എക്സാമ്പിൾ KBR ആണെങ്കിൽ KBR ആണെങ്കിൽ ആസ് പെർ റൂൾസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ബിക്കോസ് അതൊക്കെ ഒരു പ്ലാനിങ് റെഗുലേഷന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 5 സെന്റിൽ എന്തുകൊണ്ട് സെറ്റ് ബാക്ക് വിടണം, എന്തുകൊണ്ട് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ CRS കോസ്റ്റൽ റെഗുലേഷൻ സോണിൽ ഒരു കലാമിറ്റി വരുമ്പോൾ ആ ബിൽഡിങ്ങും അവിടുത്തെ ആൾക്കാരെയും സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു വാട്ടർ ബോഡിയിൽ നിന്ന് ഇത്ര മീറ്റേഴ്സ് മാറ്റി വെക്കാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ലീഗൽ ആസ്പെക്ട് എപ്പോഴും ഇത് ചെയ്യാം. അല്ലാതെ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻസ് അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഏത് സ്ഥലത്താണെങ്കിലും അത് എക്കോളജിക്ക് പ്രശ്നമാണ്, ഹ്യൂമൻ ലൈഫിന് പ്രശ്നമാണ്. ഇതൊക്കെയാണ് മേജർ പാരാമീറ്റേഴ്സ് ഓഫ് സൈറ്റ് അനാലിസിസ്. ഒരു 12 to 15 കാണും. ഇത് കൂടുതൽ കാണും. അതിനകത്ത് ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്കൊരു SWOT അനാലിസിസ് ചെയ്യാൻ പറ്റും. SWOT അനാലിസിസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് ഓഫ് ദ സൈറ്റ് എന്ന് പറയും. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഈസ് അതിന് ഉള്ളിലുള്ളതാണ്. ചിലപ്പം അതിൻ്റെ ആക്സസ് ആയിരിക്കും, ലാൻഡിൻ്റെ സ്ലോപ്പ് ആയിരിക്കും, അതിൻ്റെ വിഡ്ത്ത് ആയിരിക്കും, പല പല കാര്യങ്ങളായിരിക്കും സ്ട്രെങ്ത്. അതിൻ്റെ വീക്ക്നെസ് ഈസ് ലൈക്ക് അതും ഇതേ കാര്യങ്ങളായിരിക്കും, ചില വെള്ളക്കെട്ടുള്ള സ്ഥലമായിരിക്കും, മനസ്സിലായി. പിന്നെ ഓപ്പർച്യൂണിറ്റി അതിന് എത്രത്തോളം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നു, ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയും, അതിൻ്റെ എക്കണോമിക്കൽ ഫീസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ചിലപ്പം ഇനിഷ്യലി നമുക്കത് പറ്റില്ലായിരിക്കും. ചിലപ്പം അടുത്തൊരു കമ്മ്യൂണിറ്റി വരും, അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇവർ ആക്സസ് കിട്ടും, മനസ്സിലായില്ലേ. ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ ഒരു 1000 ബെഡുള്ള ഹോസ്പിറ്റലാണെങ്കിൽ എക്സിസ്റ്റിംഗ് അതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി അത്രയും വന്നില്ലെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ക്യാരിങ് കപ്പാസിറ്റി ഷുവറായിട്ട് വരും. ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ത്രെറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഭാവി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണും. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു CRS തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു 50 to 100 മീറ്റേഴ്സ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ത്രെട്ട് അനലൈസ് ചെയ്യാം. ഈ വാട്ടർ ബോഡി മഴയുള്ള സമയത്ത് എത്രത്തോളം പുഴ കവിഞ്ഞു വീഴും, അല്ലെങ്കിൽ കടൽ എത്ര വീഴും, ആ ത്രെട്ട് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയയിൽ പണിയാണെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഇത്, അതൊക്കെ ഫ്യൂച്ചർ ത്രെറ്റ്സ് ആണ്. അറ്റ് ദ മൊമെന്റ് കാണില്ലെങ്കിലും ഫ്യൂച്ചറിൽ അത് സംഭവിക്കാം
അത് എപ്പോഴും ഫോർകാസ്റ്റ് ചെയ്ത് അതിന്റെ മിറ്റിഗേഷൻ ഫാക്ടേഴ്സ് എപ്പോഴും മനസ്സിലാക്കണം. സോ ഇതൊക്കെയാണ് മേജർ ഫാക്ടേഴ്സ്. സോ ഒരു സൈറ്റ് അനാലിസിസ് ഒരു സോട്ട് അനാലിസിസ് കഴിയുമ്പോഴാണ് നമുക്ക് ആ സൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്കൊരു ഇൻഫ്ലുവൻസിലേക്ക് എത്താൻ പറ്റും. താങ്ക് യു. DR Tech Homes Private Limited, Trivandrum, an archway to future.